ശ്രീനന്ദയ്ക്ക് വിട ചൊല്ലി ചിക്മംഗളൂരു. രാത്രി 12 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഈ ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്രയിലാണിപ്പോൾ ശ്രീനന്ദ. സംസ്കാര ചടങ്ങുകൾ 12 മണിയോടെ തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ നടക്കും. 10 മണിയോടെ മൃതദേഹം പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. അതേസമയം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. ശരീരത്തിൽ പല ഭാഗങ്ങളിലും പോറലേറ്റ പാടുകളുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അസാധാരണമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല. മരച്ചില്ലകളിൽ തട്ടിയാകാം ഈ വസ്ത്രങ്ങൾ കീറിയതെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. കെ വി ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ കൊക്കയിലേക്ക് വീണതാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. അപ്പോഴും അവിടെ സംശയങ്ങൾ അനേകമാണ്. ഈ കുട്ടി എങ്ങനെ ആ വ്യൂ പോയിന്റിലേക്ക് എത്തി? ഒരു CCTV ദൃശ്യങ്ങൾ പോലും അതിൻ്റെതായി പുറത്തു വന്നിട്ടില്ല. 40 അംഗ സംഘം കൂടെ ഉണ്ടായിരുന്ന വീട്ടുകാർ ആരും കണ്ടിട്ടില്ല. വെറും 5 മിനിറ്റിനുള്ളിലാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. അങ്ങനെ നിരവധി ദുരൂഹമായ സംശയങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ശ്രീനന്ദയും അതുപോലെ തന്നെ ഒപ്പമുണ്ടായ 40 അംഗ സംഘവും എത്തിയ ആ സ്പോട്ട്, അതായത് ശ്രീനന്ദയെ കാണാതായി എന്ന് പറയുന്ന സ്പോട്ട്, അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ കൃത്യമായി പോകാം. ദൃശ്യങ്ങളിൽ പോയാൽ നമുക്ക് ഇതിന്റെ കൃത്യമായ ഒരു ചിത്രം കിട്ടും. ഇതാണ് ആ സ്ഥലം. ശ്രീനന്ദയെ കാണാതായി 4ാം ദിവസം അവസാനമായി ഈ ശ്രീനന്ദയും അതുപോലെ തന്നെ ഇവരും കുടുംബവും തുടരാം. ഇതാണ് അവർ അവസാനമായി ആ ഫോട്ടോ എടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് 5:20 ഈ ശ്രീനന്ദ ഉൾപ്പെടുന്ന ഈ ഒരു ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് താഴെ കാണാൻ വലിയ തോതിലുള്ള കൊക്കയാണ്. ഇതിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇതാണ് കൃത്യം. ഏകദേശം 10 മണിയോടെ തന്നെ ശ്രീനന്ദയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 12 മണിയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ പുരോഗമിക്കുക. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തലക്കേറ്റ് ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് പറയുന്നത്. എല്ലുകൾക്കൊക്കെ ഗുരുതരമായ പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പോറലുകളുണ്ട് ദേഹമാസകലം. വസ്ത്രം കീറിയത് ഈ മരച്ചില്ലയിൽ കുടുങ്ങിയതിനാലാകാം വസ്ത്രങ്ങൾ കീറിയതെന്നൊക്കെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോഴും അവശേഷിക്കുന്ന നിരവധി സംശയങ്ങൾ അവിടെയുണ്ട്. ഈ പെൺകുട്ടി വ്യൂ പോയിന്റിലേക്ക് എങ്ങനെ എത്തി? വീട്ടുകാരും ഈ പെൺകുട്ടി പോകുന്നതായി കണ്ടിട്ടില്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുമ്പോൾ എങ്ങനെ ഈ പെൺകുട്ടി വ്യൂ പോയിന്റിലേക്ക് എത്തി, അവിടെ നിന്ന് എങ്ങനെ വീണു എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ദൃശ്യങ്ങളോ അത്തരത്തിലൊരു തെളിവും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി കൊക്കയിലേക്ക് വീണതാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് എന്നുള്ളതാണ്. ശരി, ശ്രീനന്ദയുടെ വീട്ടിൽ നിന്നും പാലക്കാട് നിന്നും CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, 10 മണിയോടുകൂടി തന്നെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണോ? അനുശ്രീ, 10:30 ശ്രീനന്ദയുടെ മൃതദേഹം ഇവിടേക്ക് എത്തും, കടമ്പഴിപ്പുറത്ത് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ വീട്ടിലേക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും കേട്ടറിഞ്ഞവരും ഒക്കെ ആയിട്ട് ഒട്ടനേകം പേരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം സമയം പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഐവർമഠത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. നമുക്കറിയാം, നേരത്തെ വലിയ ആശങ്ക, എങ്ങനെ ഇത് അപകടം സംഭവിച്ചു എന്നതിലൊരു ദുരൂഹത എല്ലാവരും പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് കുട്ടിയുടെ വലിയച്ഛനെന്ന് സൂചിപ്പിച്ചത് അപകടമരണമായേക്കാം ഇത് എന്നാണ്. ആ കുട്ടി ഈ ഒരു ഉയരത്തിൽ നിന്ന് കൈവരിയിൽ പിടിച്ച് താഴേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടിരുന്നു. അത് തടഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഒരുപക്ഷെ കുട്ടി വീണ്ടും അവിടേക്ക് പോവുകയും അങ്ങനെ താഴേക്ക് വീഴുകയും ചെയ്തേക്കാം എന്നാണ് ഈ അപകടത്തിൻ്റെ കാരണമായിട്ട് കുടുംബം തന്നെ വിലയിരുത്തുന്നത്. ആ സമയത്ത് അവിടെ വലിയ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും വളരെ ആഴത്തിൽ ഉള്ള ഈ ഒരു സാഹചര്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് എങ്ങനെ ഈ ഒരു അപകടം നടന്നു എന്നത് പൂർണ്ണമായിട്ടും ഇപ്പോഴും പറയാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മറ്റ് ദുരൂഹതകൾ ഇതിലില്ല എന്ന് തന്നെ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക
റിപ്പോർട്ടും അത്തരത്തിലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ പത്തരയോടെ മൃതദേഹം ഈ കടമ്പഴിപ്പുറത്തെ ശ്രീനന്ദയുടെ വീട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം 1 മണിക്കൂറോളം ഇവിടെ തന്നെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക. തുടർന്ന് തിരുവില്ലാമല ഐവർ മഠത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വലിയൊരു ജനത തന്നെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നുള്ളത്. ഈ മാസം 4-ാം തീയതിയാണ് ഇവർ വിനോദസഞ്ചാരത്തിനായിട്ട് നാട്ടിലെ 10-40 പേർ സംഘമായിട്ടായിരുന്നു പോയിരുന്നത്. ഇത്തരത്തിലൊരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുമെന്നും ഒരു വലിയ വേദനയായിട്ട് മാറുമെന്നും ആരും കണക്കാക്കിയിരുന്നില്ല. അതിൻ്റെ ഒരു ഞെട്ടലാണ് ഈ നാടൻ ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിലും ശ്രീനന്ദയ്ക്ക് അന്ത്യയാത്ര ചൊല്ലുവാനായിട്ട് ഈ നാട് വിതുമ്പലോട് കാത്തിരിക്കുകയാണ്. അനുമോദം, ഒരു നാട് മുഴുവൻ ദുഃഖത്തിലാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ദുരൂഹമായൊരു മരണമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ശ്രീനന്ദയുടെ ഈ മരണം. നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളും ഇത്തരത്തിൽ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണോ? കുടുംബം ഇതിൽ അപകടത്തിൻ്റെ കാരണം, എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നത് അറിയേണ്ടതുണ്ട് എന്ന് പറയുന്നത് പോലെ നാട്ടുകാർക്ക് അതേ അഭിപ്രായമാണ്. പക്ഷേ ഇതിൽ മറ്റ് തരത്തിലുള്ള ദുരൂഹതകൾ, നമ്മൾ ആദ്യം ഭയപ്പെട്ടിരുന്ന പോലെ, ആശങ്കപ്പെട്ടിരുന്നത് പോലെ മറ്റ് ദുരൂഹതകൾ ഇതിലില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ ഒരു സാഹചര്യം ആണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ അപകടത്തിൽ എങ്ങനെ ഈ കുട്ടി വീണു, താഴേക്ക് വീണത് എങ്ങനെയാണ്, ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ സംബന്ധിച്ച് അവസാനമായി കുട്ടിയെ കണ്ടതിന് ശേഷമുള്ള മൃതദേഹം കണ്ടെത്തുന്നവരെയുള്ള ആ സാഹചര്യങ്ങൾ, അതിലൊരു ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്, അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് തന്നെ കുടുംബം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള തുടരന്വേഷണവും തുടർ നടപടികളൊക്കെ വലിയ പ്രധാനത്തോടെ തന്നെയാണ് കാണേണ്ടത്. ഇപ്പോൾ പ്രാഥമികമായുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മരണകാരണത്തിൻ്റെ വിശദാംശങ്ങളും മറ്റും അടക്കമുള്ളത് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം മറ്റു നടപടികൾ അതിനനുസരിച്ച് നീങ്ങാമെന്നൊരു നിലപാടാണ് കുടുംബം സ്വീകരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഒട്ടും വളരെ സന്തോഷത്തോടെ പോയിരുന്ന ഒരു യാത്ര ഒരു വലിയ ദുരന്തമായി മാറി എന്നത് ഈ ഒരു നാടിനെ സംബന്ധിച്ച് തീരാവേദനയായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നമ്മളിപ്പോൾ ഈ ശ്രീനന്ദയുടെ വീടിന് മുൻപിലാണുള്ളത്. ഇവിടെ നമുക്ക് ആളുകളുടെ അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല, അത് അനുചിത്യവുമാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്തരം പ്രതികരണങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയാത്തത്. അനുശ്രീ, അനുമോദ്, ഈ ഇതിൽ അവശേഷിക്കുന്ന ദുരൂഹത എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ തലയ്ക്കുണ്ടായ ഗുരുതര പരിക്ക്, ശ്രീനന്ദയുടെ തലയ്ക്കുണ്ടായ ഗുരുതര പരിക്ക്, അത് വീഴ്ച മൂലമുണ്ടായതാണോ അതോ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതാണ്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഈ പെൺകുട്ടി ശ്രീനന്ദ എങ്ങനെ ആ വ്യൂ പോയിന്റിലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ കൈവരികളൊക്കെ ഉണ്ടായിരുന്നു, വീഴാനുള്ള സാധ്യത കുറവ് എന്നൊക്കെയാണ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എങ്ങനെ ശ്രീനന്ദ കൊക്കയിലേക്ക് വീണു എന്നുള്ളതൊരു വലിയ ചോദ്യമായി അവിടെ അവശേഷിക്കുകയാണ്. തീർച്ചയായും അതുതന്നെയാണ് ഇതിൽ ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുള്ള കാര്യം. അതായത് ഈ ഒരു അപകടത്തിലേക്ക് എങ്ങനെ ശ്രീനന്ദ എത്തി? ഈ ഒരു കൈവരിയുടെ അടുത്ത് ശ്രീനന്ദ പിടിച്ചു നിൽക്കുന്നതും താഴേക്ക് നോക്കുന്നതും വല്യച്ഛൻ ശശികുമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം കുട്ടിയോട് വാഹനത്തിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കുട്ടി വാഹനത്തിൽ പോകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ആ കുട്ടി ഒരുപക്ഷെ ആകാംക്ഷ കൊണ്ട് താഴേക്ക് നോക്കിയപ്പോൾ പറ്റിയ അപകടമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഉള്ളത് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഈ ഉത്തരം അതുതന്നെയാണ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായിട്ടുള്ള ദുരൂഹത. ആ കൈവരിയിൽ നിന്ന് നോക്കുന്നതിന് ശേഷമുണ്ടായത് എന്ത് എന്ന ചോദ്യമാണ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. കുട്ടിയുടെ തലക്കേറ്റ ആഘാതം, തലയുടെ വലതുഭാഗത്തേറ്റ പരിക്കാണ്, ആഴത്തിലുള്ള പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. അതിന് പുറമെയുള്ള ശരീരത്തിലെ മുറിവുകൾ, എല്ലുകൾ ഒടിഞ്ഞതൊക്കെ ഒരുപക്ഷെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണതിനെ തുടർന്ന് മരച്ചില്ലകളിലും പാറക്കല്ലുകളിലും തട്ടി ഉണ്ടായതാകാം, പിന്നീട് ഉരുണ്ട് നീങ്ങിയതാകാം. അങ്ങനെ പല അപകടത്തിനെ തുടർന്നുണ്ടായ പല സാധ്യതകളും സാഹചര്യങ്ങളും ആണ് ഇവിടെ സംശയത്തിലുള്ളത്. ഇതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, ഒരു ആകസ്മികമായി ഉണ്ടായ അപകടം എന്നതിനപ്പുറം
ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്ത ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടതുള്ളത്. അതുതന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ചോദ്യം. പക്ഷേ നമുക്ക് മുമ്പിലുള്ളത് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ മൊഴികളുമാണ്. അത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ആകസ്മികമായി ഉണ്ടായതാണ് എന്ന തരത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഒരു വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഇത്തരത്തിലുള്ള പരിക്കുകൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ് ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. മുറിവുകളൊക്കെ നമ്മൾ ഉരുണ്ട് വീഴുമ്പോൾ വലിയ പാറക്കല്ലിൽ നിന്നും ഒക്കെ തട്ടി ഉരുണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ളതായിരിക്കും. പക്ഷേ കുട്ടി വീണപ്പോൾ തന്നെ ബോധം പോവുകയും തുടർന്ന് അപകടത്തിന് താഴേക്ക് ഉരുണ്ടു പോകാനുള്ള ഒരു സാധ്യത, നിലവിളിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയതാകാം. അങ്ങനെയാകാം ഇത് സംഭവിച്ചത് എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. എന്താണെങ്കിലും പോലീസിൻ്റെ അന്വേഷണം അത് പൂർത്തീകരിച്ചതിന് ശേഷമേ, അതിൻ്റെ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷമേ നമുക്കിതിലൊരു സ്ഥിരീകരണം നടത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ സാഹചര്യത്തിലുള്ള മൊഴികളും അതുമാത്രമാണ് ഇതിനു മുമ്പിലുള്ളത്. അതുപ്രകാരം ഇതൊരു അപകടമാണ്. എന്നാൽ അതിന് പിന്നിലൊരു ദുരൂഹതയുണ്ട്. ആ കൈവരിയിൽ നിന്ന കുട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ദുരൂഹമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. അത് കണ്ടെത്താനുള്ള നടപടികൾ തന്നെയായിരിക്കും അടുത്ത ഘട്ടത്തിലുണ്ടാവുക. എന്താണെങ്കിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയണം എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാർക്കും അതുപോലെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഒരേപോലെ പറയാനുള്ളത്. ശരി, ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറെ അവശേഷിക്കുകയാണ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും 10 മണിയോടുകൂടി തന്നെ, ഏകദേശം 10:30 ശ്രീനന്ദയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 12 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. അതിനിടയിൽ പൊതുദർശനമൊക്കെ വീട്ടിൽ വെച്ചായിരിക്കും നടക്കുക. CV അനുമോദും KV ബൈജുവുമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.